എല്ലാവർക്കും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ സ്വാഗതം. അധികം നാളായിട്ടില്ല ഇങ്ങനൊരു സമ്മേളനം നടന്നിട്ട്. അഷ്ടമിരോഹിണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു മീറ്റിംഗ് ഇതിനു മുമ്പ് കൂടിയിരുന്നു. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഗുരുവായൂർ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ ഇതിനു മുമ്പ് നടന്നത് 2017 ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. അന്ന് 277 വിവാഹങ്ങളാണ് നടന്നത്. ഇത്തവണ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം അന്നത്തെ ദിവസം ഇന്ന് 3:20 വരെയുള്ള രജിസ്ട്രേഷൻ നോക്കുമ്പോൾ 354 വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനിയും മറ്റന്നാൾ രാവിലെ വരെ എന്ത് ചെയ്യാം, തത്സമയം പോലും രജിസ്റ്റർ ചെയ്തിട്ട് വിവാഹം ചെയ്യാനുള്ള സൗകര്യം എവിടെ ഉണ്ട് എന്നുള്ളത്. ഇതിനുവേണ്ടി ഗുരുവായൂർ ദിവസം പ്രത്യേകമായ ആലോചനാ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്, നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ നമുക്ക് 5 കല്യാണ മണ്ഡപങ്ങളാണ് നമ്മൾ പരമാവധി ഉപയോഗിച്ചിരുന്നത്. 6 കല്യാണ മണ്ഡപങ്ങൾ ഈ ദിവസം സെപ്റ്റംബർ 8-ാം തീയതി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കല്യാണ മണ്ഡപങ്ങളും ഒരേപോലെ അലങ്കരിച്ച് അങ്ങനെയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. കാരണം ഏത് മണ്ഡപത്തിൽ കല്യാണം നടക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ഒരു തുല്യ പരിഗണന കിട്ടണം, അവർക്ക് ആ ഫീൽ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ അലങ്കരിക്കാനും ഒക്കെ തീരുമാനിച്ചത്. ഇതിനു വേണ്ടിയിട്ട് 5 കോയ്മമാരെ അകത്തു നിന്ന്, ക്ഷേത്രത്തിനകത്തുള്ള 5 കോയ്മമാരെ പ്രത്യേകമായിട്ട് ഈ ദിവസം പുറത്ത് വിവാഹ മണ്ഡപം 6 അല്ല, ഒന്ന് സ്ഥിരമുള്ളതല്ലേ, ഒന്ന് സ്ഥിരമുള്ളതും പിന്നെ പുതുതായിട്ട് 5 പേരെയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ 6 കോയ്മമാരെ ഈ വിവാഹ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടും ഉണ്ട്. അത് തന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ചില അസൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്രയും കൂടുതൽ ആൾക്കാർ ഒത്തുചേരുമ്പോൾ ഉണ്ടാവാം. അതിന് പരിഹരിക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, പട്ടർകുടത്തിന് അപ്പുറത്ത് നമ്മൾ അഷ്ടമിരോഹിണിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ പന്തൽ നമ്മൾ അടിച്ചു മാറ്റിയിട്ടില്ല. ആദ്യം അവരെ ആ പന്തലിൽ ആണ് വരുന്ന കല്യാണ പാർട്ടിക്കാരെ നമ്മൾ അതിനകത്താണ് ഇരുത്താനും ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടുന്ന് അവർക്ക് ടോക്കൺ നൽകണം. ടോക്കൺ നൽകിയതിന് ശേഷം നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനും ഈ പന്തലിനും ഇടയിൽ നമ്മൾ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടത്തേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് വരൻ്റെയും വധുവിൻ്റെയും പാർട്ടികളിൽ നിന്ന് മൊത്തം 20 പേരെയാണ് ഒരു കല്യാണ മണ്ഡപത്തിൽ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കുക. കല്യാണ മണ്ഡപത്തിൽ വിവാഹം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിഴക്കേ നടയിലൂടെ ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല. എല്ലാവർക്കും തെക്കേ നടയിലൂടെ പുറത്തേക്ക് പോകാനാണ് ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അത് ശരിക്കും ഒരു 1 വേ സിസ്റ്റം അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തെക്കേ നടയിലൂടെ വരുന്ന ഭക്തർക്കോ അതുപോലെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അന്ന് കിഴക്കേ നടയിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാം, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റിക്കറങ്ങിയിട്ട് കിഴക്കേ നടയിൽ എത്തിച്ചേരേണ്ടി വരും. അതുപോലെ ഭക്തജനങ്ങളുടെ പ്രവേശനവും നമ്മൾ അവർക്ക് വേണ്ട ക്യൂ സിസ്റ്റമൊക്കെ വടക്കേ നടയിലാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവർക്ക് അമ്പലത്തിനകത്ത് പ്രവേശിച്ച് തൊഴലൊക്കെ കഴിഞ്ഞതിന് ശേഷം തെക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സംവിധാനം, അതും ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനമാണ് അല്ലേ. പടിഞ്ഞാറ് നടയിലൂടെയും തെക്കേ നടയിലൂടെയും പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സാധാരണ തെക്കേ നട നമ്മളങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കാറില്ല. വളരെ അപൂർവം വിഷുക്കണി ദിവസമോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത്തവണ ആൾക്കാരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവർക്ക് തെക്കേ നട വഴി പുറത്തേക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. വധുവരന്മാരുടെ കൂടെ ഫോട്ടോഗ്രാഫർമാർ അടക്കം 24 പേർക്ക് മണ്ഡപത്തിനകത്ത്, 20 പേര്, 4 പേര് 2 വിഭാഗത്തിൽ നിന്നും ഈ 2 വിധ ആൾക്കാർ
ഫോട്ടോഗ്രാഫർമാരെന്നുള്ള രീതിയിലുമാണ് വീഴുന്നത്. എന്തായാലും വലിയ തിരക്കാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന ദർശന നിയന്ത്രണങ്ങളൊക്കെ, സ്പെഷ്യൽ ദർശനങ്ങൾ ഒഴിവാക്കിയിട്ടൊക്കെയുള്ള ആ നിയന്ത്രണങ്ങളൊക്കെ അന്നും ബാധകമായിരിക്കും. ഇവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് തന്ന ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദർശനത്തിനുള്ള പൊതുവഴി ക്ഷേത്രം വടക്കേ നടയിലൂടെ പടിഞ്ഞാറേ കോർണർ വഴി ക്യൂ കോംപ്ലക്സിലെത്തി കയറ്റിവിടും. ദർശനശേഷം ഭക്തർ ക്ഷേത്രം പടിഞ്ഞാറേ നട വഴി അല്ലെങ്കിൽ തെക്കേ തിടപ്പള്ളി വാതിൽ വഴി പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഭഗവതി ക്ഷേത്ര പരിസരത്തെ വാതിൽ വഴി ഭക്തരെ പുറത്തേക്ക് വിടുന്നതല്ല. ഇതൊക്കെ എന്ത് ചെയ്യാം, ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അറിവിലേക്കായിട്ട് അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ട സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ചുറ്റമ്പല പ്രദർശനത്തിനായിട്ട് പടിഞ്ഞാറ് ഗോപുരം വഴി കടത്തി വിടും. അന്നത്തെ ദിവസം പ്രദക്ഷിണം തന്നെ നിയന്ത്രണം എല്ലാം വന്ദേ ഭാരത് എന്നുള്ള രീതിയിലാണ്. കിഴക്കേനടയിലൂടെയുള്ള ക്യൂ നേരെ വന്ദേ ഭാരത് എന്നുള്ള രീതിയിൽ നെയ്വിളക്ക് ഷീട്ടാക്കിയുള്ള ഒരാൾക്ക് ഈ ക്യൂവിൽ കൂടെ തന്നെ വരണം. ഷീട്ടാക്കിയുള്ള ഒരാൾക്ക് അമ്പലത്തിനകത്തേക്ക് കടക്കാൻ എങ്ങനെയാ പടിഞ്ഞാറ് ഭഗവതി ക്ഷേത്രം വഴി പുറത്തേക്ക് വിടില്ല എന്നുള്ളത്. അങ്ങനെയാണ്. ഈ ദീപസ്തംഭത്തിന് മുന്നിൽ നിൽക്കണവരെ ക്യൂ കോംപ്ലക്സ് വഴി വരണം എന്ന് പറയുന്നത് അതിനെന്താണ്? ദീപസ്തംഭത്തിന് പുറത്തുനിന്ന് തൊഴുന്ന ആളുകൾ, ദീപസ്തംഭത്തിന്റെ മുന്നിൽ നിന്ന് തൊഴുന്ന ആളുകൾ അതെന്താന്ന് പറഞ്ഞാൽ ക്യൂ കോംപ്ലക്സിൽ പ്രത്യേകം അവിടെ ഉണ്ടായിരുന്നത് ദീപസ്തംഭത്തിന്റെ അടുത്തേക്ക് മുമ്പ് വന്നിരുന്നത് കിഴക്ക് ഭാഗത്ത് നടയിൽ ഇങ്ങനെ നടന്നിട്ടാണല്ലോ വന്നിരുന്നത്. കിഴക്ക് ഭാഗത്ത് നടയുന്ന കല്യാണത്തിന്റെ പാർട്ടിയും ഇവർ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ഓവർ ക്രൗഡഡ് ആവും എന്നതിനാൽ നിലവിലുള്ള ക്യൂ കോംപ്ലക്സിൽ അതിന്റെ ക്യൂ കോംപ്ലക്സിൽ തെക്കേ അറ്റത്തിലുള്ള ഒരു റോ ഉണ്ടല്ലോ, ആ റോയിലൂടെ അങ്ങനെ ആളെ കയറ്റി കൊണ്ടുവിടും. എന്നിട്ട് അവർ ഈ ദീപസ്തംഭത്തിന്റെ അടുത്ത് വന്ന് ഇറങ്ങും. അങ്ങനെയാണ്. ഈ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല. ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം വൺ വേ മാത്രം. ഈ ദീപസ്തംഭത്തിൽ തൊഴാൻ വരുന്നവരാണ് സാധാരണ ഇതിൽ നമ്മുടെ കിഴക്കേ നടയിലൂടെ നടന്നിട്ടാണല്ലോ. അവര് ഇത്തവണ ഈ നമ്മുടെ ക്യൂ കോംപ്ലക്സിന്റെ തെക്കേ അറ്റത്തിന്റെ അതിനു വേണ്ടി റിസർവ് ചെയ്യാം. അയ്യപ്പന്മാർക്ക് കൊണ്ടുവച്ചിരുന്നല്ലേ? അതെ. തെക്കേ നടയിലേക്ക് തെക്കേ നടയിൽ അങ്ങനെ എൻട്രൻസ് ഇല്ല, വൺ വേ ആണ്. അത് വൺ വേ ആണ്. ദീപസ്തംഭത്തിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെക്കേ നടയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ആ കല്യാണ സംഘത്തെ കഴിയുന്നതും തെക്കേ നടയിലേക്ക് വേഗം തന്നെ ഒഴിവാക്കുക. കാരണം ആ കിഴക്കേ നടയിൽ നിന്ന് ഫോട്ടോ എടുക്കലും ഇതിനൊക്കെ ഇതാവുകയാണെങ്കിൽ അവിടെ ഓവർ ക്രൗഡഡ് ആവും. അത് വല്ലാത്തൊരു സാഹചര്യം. അവര് ഈ വഴിക്ക് തന്നെയല്ലേ ഇവിടെ ദീപസ്തംഭത്തിന്റെ മുന്നിൽ കൂടെ ദിവസത്തിന്റെ മുന്നിലുള്ള ആ ഇതിന് മേട്ടത്തൂർ ഓഡിറ്റോറിയത്തിന്റെ ദീപസ്തംഭത്തിന്റെ ഇടയിലുള്ള വഴിയുണ്ട്. അതിന് തിരിച്ചങ്ങോട്ട് ആരെയും പോലീസ് ഉണ്ടാവും, നിയന്ത്രിക്കാൻ പോലീസും ഉണ്ടാവും. സെക്യൂരിറ്റിക്കാർ പറഞ്ഞ ആരും കേൾക്കില്ലാന്ന് സെക്യൂരിറ്റിക്കാർ പറയണത്. അധിക ഡ്യൂട്ടിക്ക് പോലീസ് ഉണ്ടാവും. പോലീസിന്റെ മീറ്റിംഗ് MLA വിളിച്ചിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാർ പറയണൂര് മാണം പറയണൂര് ഫോട്ടോഗ്രാഫറിനോട് പറയില്ല. ഒരു ടീം ഒന്നും ഫോട്ടോ എടുക്കണം. ഓരോ ടീമല്ല 10 ടീമാണ് 10 സ്ഥലത്ത് ഒരാൾ തൊടാൻ പറ്റുന്നില്ല, കടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കൺജസ്റ്റഡാണ്. ഒരു നിയന്ത്രണമില്ല. കല്യാണങ്ങൾ സുഖമായി നടന്നിരുന്നു. ഇപ്പോൾ വളരെ മോശമാണ്. ഈ കഴിഞ്ഞ നടന്നത് വളരെ മോശമാണ്. സെക്യൂരിറ്റിക്കാർ ശ്രദ്ധിക്കുന്നില്ല. ദേവസ്വം കൈവഴിഞ്ഞ പോലെയാണ്. പണ്ടൊക്കെ അകത്തൊരു തലേദിവസം മീറ്റിംഗ് വിളിക്കാറുണ്ട്. ഇവരല്ല കഴിഞ്ഞ 28-ാം തീയതി 150 കല്യാണം ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മളൊരു കല്യാണത്തിന് പങ്കെടുത്താണ്. ചെക്കനും പെണ്ണിനെ കത്തിക്കാൻ പെട്ടപ്പോഴാണ് നമ്മളവിടെ ലേലൊക്കെ നടക്കുന്ന സ്ഥലമില്ല, ഇത്രയും ആൾക്കാർ ആ പൂക്കളൊക്കെ ചവിട്ടിക്കൊണ്ട് ഇതായി പോകും. അതുകൊണ്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു, 8-ാം തീയതി ദീപസ്തംഭത്തിന്റെ ചോട്ടിൽ തന്നെ പൂക്കളം ഒരുക്കാനാണ്, അങ്ങനെയാണ് ആലോചിക്കുന്നത്. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളുടെ മായ ബസ് സ്റ്റാൻഡ്, അതുപോലെ സ്കൂൾ ഗ്രൗണ്ട്, പിന്നെ ദേവസ്വത്തിൻ്റെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് കഴിയുന്നതും റോഡുകളിൽ വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാനാണ്. അത് പോലീസുമായിട്ടുള്ള ആലോചനയിലും ആ രീതിയിൽ
കാരണം അങ്ങനെ പാർക്ക് ചെയ്യാൻ അനുവദിക്കേണ്ട. കാരണം അത് പാർക്ക് ചെയ്യുന്നതോടുകൂടി ശരിക്കും വണ്ടികളുടെ മൊബിലിറ്റി തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാവും. അതുകൊണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് പരമാവധി ഉത്സാഹപ്പെടുത്തണം. അതിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കണം എന്നത്. ചെറുതാണല്ലേ വാഹനങ്ങളും പുലർച്ചെ 5 മണിക്ക് തൊട്ട് എത്തിക്കണം. പോലീസ് 8 മണിക്ക് നേരം എടുത്ത് എത്തുക. അപ്പൊ ഈ ആള് വണ്ടി ഇട്ട് പോയില്ല അവിടെ. അല്ല, അതിന് വേണ്ട അത് നിങ്ങൾ നിർദ്ദേശിക്കണം പോലീസിന്റെ അത് പോലീസുകാരെ സാധാരണ നമ്മൾ 5 മണിക്കാണ് കല്യാണങ്ങൾ തുടങ്ങുന്നത്. ഇത്തവണ നമ്മൾ 4 മണി കഴിഞ്ഞാൽ തന്നെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ, കല്യാണം നടത്താനുള്ള ഇതുണ്ട്. അപ്പം പരമാവധി ആൾക്കാർക്ക് അവർക്ക് നൽകിയിട്ട് അനുവദിച്ചിട്ടുള്ള സമയത്ത് തന്നെ ആ കല്യാണങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 20-25 മിനിറ്റ് ഒരു കല്യാണത്തിന് വേണ്ടി വരും. അപ്പം 1 മണിക്കൂറിൽ 2 കല്യാണം എന്തായാലും ഒരു മണ്ഡപത്തിൽ നടക്കും. 2 or 3 കല്യാണങ്ങൾ നടക്കും. അങ്ങനെയാണെങ്കിൽ 18 വീതം അല്ലെങ്കിൽ 20 കല്യാണം 1 മണിക്കൂറിൽ നടക്കും. ആ രീതിയിലാണ് അങ്ങനെ തുടങ്ങിയ 4 മണിക്ക് തുടങ്ങുന്ന കല്യാണം ഒരു 12 മണിയോടുകൂടി ഈ കല്യാണങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ. ഒരു കല്യാണത്തിന് എത്ര സമയം നടന്നത്? 20 മിനിറ്റ്. 10 മിനിറ്റ് പരമാവധി. 5 മിനിറ്റ് വേണ്ട. കേറി കിട്ടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. കഴിഞ്ഞ 28 ഒരേ സമയത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം. 9-11 കൂടുതൽ അല്ലേ? 9-11 വരെ കൂടുതൽ കല്യാണം ഉണ്ടാവും അല്ലേ? 4 മണിക്ക് തന്നെ തുടങ്ങുന്നുണ്ട് വൈകിട്ട് പബ്ലിസിറ്റി. 4 മണിക്ക് തന്നെ തുടങ്ങും. കാരണം ഇവിടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിക്ക ആൾക്കാരുടെയും ആവശ്യം അവർക്ക് കഴിയുന്നത് നേരത്തെ കല്യാണം നടത്തിയിട്ട് അവർക്ക് പല സ്ഥലത്തും റിസപ്ഷനും ഇതൊക്കെ അവർ വേറെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പലർക്കും നാട്ടിലെത്തിയിട്ട് വേണം. അതുകൊണ്ട് ആ നേരത്തെ തന്നെ കല്യാണം നടത്താനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് നമുക്ക്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ സഹായമുണ്ട്, സെക്യൂരിറ്റിക്കാരുടേതുണ്ട്. മുനിസിപ്പാലിറ്റി അവരുടെ കല്യാണ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഓൺലൈനായിട്ട് തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്യും. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് പക്കമേളക്കാരെയും ഒക്കെ ദേവസ്വം തന്നെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നടന്നിരുന്നാലാണ് നമ്മുടെ പ്രശ്നമുള്ളത്. പണി നടത്താൻ പറഞ്ഞാൽ മതി. കൂടുതൽ നടന്നിരുന്നാലേ നാളെ ഉദയാസ്തമയ പൂജയോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല. മറ്റന്നാൾ ഉദയാസ്തമയ പൂജ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സമയം അടഞ്ഞു കിടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ശുദ്ധിയും പുണ്യാഹവും ഇങ്ങനെയുള്ള ഇതൊന്നും വരാതിരുന്നാൽ അത് അങ്ങനെയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നടത്താൻ പറ്റും. ഒരേ സമയത്ത് പ്രവർത്തനമാണോ അതോ 3 മണ്ഡലങ്ങളും അങ്ങനെ? അല്ലല്ല, ഒരേ സമയത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ വെക്കുന്നതിന്റെ തുലാഭാരം തൂക്കുന്നതിന്റെ അവിടെ ഇതൊക്കെ ഇപ്പൊ നമ്മള് മുമ്പിൽ തന്നെ നടുക്കേ കൂടെ ആൾക്കാർക്ക് പോയി വന്നു.